ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ആ ഒരു കുക്കറി ഷോയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ 3 പേര് പങ്കെടുക്കുമെന്നായിരുന്നു അറിയിച്ചത്. പക്ഷേ 2 പേർക്ക് ഇന്ന് എത്താൻ പറ്റിയില്ല. അപ്പോൾ ഒരു ലേഡി ഷിമൽ ജോസ് ഒറ്റയ്ക്കായിരിക്കും ഇപ്പം ഈ 3 പേരുടെ കാര്യം ചെയ്യാൻ പോകുന്നത്. 3 പേര് എങ്ങനെ ആ പ്രോഗ്രാം പെർഫോം ചെയ്യുമായിരുന്നോ അത് ഷിമൽ ഒറ്റയ്ക്കാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ ഈ പാചകവേളി ഷിമലിന് അറിയില്ല മറ്റു 2 പേര് വരില്ല എന്നുള്ളത്. ഇപ്പം ആസ് എ സർപ്രൈസ് ഷിമൽ ഇപ്പോൾ അത് അറിയാൻ പോവാണ്. അപ്പോൾ ഷിമലിൻ്റെ ഭാവങ്ങൾ എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയില്ല, നമുക്ക് നോക്കാം. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ കാര്യവും എന്തായി തീരുമെന്ന് എനിക്കറിയില്ല. BMA ചാനലിൻ്റെ പാചക ലോകത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ 3 പേര് ചേർന്ന് അവതരിപ്പിക്കാനുള്ള പ്രോഗ്രാമാണ്. ഇപ്പോഴാണ് പ്രൊഡക്ഷൻ പറയുന്നത് 2 പേര് വന്നിട്ടില്ല. ഞാനിതെങ്ങനെ തന്നെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. എന്നെ പാചകം പഠിപ്പിച്ച എൻ്റെ പാചക ഗുരുക്കളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടിയിലേക്ക് കടക്കുകയാണ്. എന്താകുമോ എന്തോ. ഞാനിവിടെ വെക്കാൻ പോകുന്ന ഒരു കോഴിക്കറിയാണ്. എൻ്റെ കോഴി പരമ്പര ദൈവങ്ങളെ എന്നെ സഹായിക്കണേ. ആകാശവാണി മധുരച്ചി കലാരംഗം. ഇന്നത്തെ കലാരംഗത്തിൽ ആദ്യം പാചകലോകമാണ്. കോഴിക്കറികൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് വിഷയം. ആദ്യമായി ചിക്കൻ മസാല. കോഴിയെ നന്നായി കഴുകി വൃത്തിയാക്കുക. ആവശ്യത്തിനുള്ള മുളക്, മല്ലി, കുരുമുളക്, കറിമസാല, ഇഞ്ചി, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക് ഇവ റെഡിയാക്കി അടുപ്പിക്കുക. മുളക്, മല്ലി, കറിമസാല, വെളുത്തുള്ളി ഇവ നന്നായി അരച്ചെടുക്കേണ്ടവയാണ്. ഉപ്പിനെ കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല, പക്ഷെ അത് ഇടേണ്ടപ്പോൾ കറിയിലിടാൻ മറക്കരുത്. ഇനി കോഴിയെ കയ്യിലെടുക്കുക. ഇനി മെല്ലെ ശ്വാസം അടുത്തേക്ക് വലിക്കുക. കൈകൾ ഇരുവശത്തേക്ക് അടക്കുക. ശ്വാസം മെല്ലെ വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. എന്നിട്ട് കാലുകൾ ഇരുവശത്തേക്ക് അടക്കുക. കഴുത്ത് മുകളിലേക്കും വീണ്ടും താഴേക്ക് കൊണ്ടുവരിക. വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. കാലുകൾ രണ്ടും തറയിൽ ഉറപ്പിച്ച് നിറഞ്ഞു നിൽക്കുക. കൈകൾ മുന്നിലേക്കും പിന്നിലേക്കും കറക്കുക. അതുപോലെ തലയും കഴുത്ത് ലൂസാക്കി കറക്കുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ചിക്കൻ മസാല. ഇനി വൃത്തിയായ പാത്രത്തിൽ സാലഡുകളോടൊപ്പം വിളമ്പാൻ മാത്രം മതി. ഞാൻ എന്നെ പാചകം പഠിപ്പിച്ച് ഗുരുവിനെ സ്മരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ പാചകം തുടങ്ങുവാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെന്ന് ഈ ചിക്കൻ കറി തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. ചിക്കൻ കറി വെക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാം അറിയാം കോഴി വേണമെന്ന്. കോഴി എന്ന് പറഞ്ഞാല് നമ്മുടെ എല്ലാം വീട്ടിൽ വളർത്തുന്ന കോഴി. അറിയത്തില്ലേ? എന്റെ വീട്ടിലും കോഴിയുണ്ട്. ഞാനൊരു കറി വെച്ച് തിന്നാറൊന്നുമില്ല. പക്ഷെ ഈ പ്രൊഡക്ഷൻ എന്നോട് ചിക്കൻ കറി വെക്കാനാ പറഞ്ഞത്. ഞാൻ അതിനുവേണ്ടി കോഴിക്കട പോയി കോഴിനെ കൊന്ന് മുറിച്ച് അയ്യോ അതൊക്കെ എന്തോരം വേദന എടുത്ത് കാണും. മുറിച്ച് കൊണ്ടുവന്ന് വെച്ചു. കഴുകി വൃത്തിയാക്കി അതിൽ പുരട്ടാനായിട്ട് മസാല ഉണ്ടാക്കാനായിട്ട് പച്ചമുളക്, ഇഞ്ചി, സവോള, ചിക്കൻ കറി വെക്കാനാണ് ഞാൻ പോകുന്നതെന്ന്. ചിക്കൻ കറി വെക്കാൻ നമുക്ക് എല്ലാവർക്കും
ഞാൻ കോഴി വേണമെന്ന്. എനിക്ക് കോഴിയുടെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് കോഴിയുടെ ഇഷ്ടമാണോ? ആ കോഴീനെ കൊണ്ടു വെച്ചേക്കുന്നത് കണ്ടോ? ഞാൻ മുറിക്കാത്ത കോഴീനെ മാത്രമേ വാങ്ങത്തുള്ളൂ. എനിക്ക് തന്നെ മുറിക്കണം. അവന്റെ ഇരിപ്പ് കണ്ടോ? അത്തോടെ അത് കണ്ടോ? പിന്നെ ഉണ്ടല്ലോ, എനിക്കിത് മുറിക്കുമ്പോ അത്തോടെയാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ മാറ്റി അതെനിക്ക് മാത്രമുള്ളൂ. പിന്നെ അതില് പുരട്ടാനായിട്ട് നമുക്ക് മസാല ഉണ്ട്. മസാല ഉണ്ടാക്കാൻ നമുക്ക് എന്ത് വേണം? ഇഞ്ചി വേണം. ഇഞ്ചി പിന്നെയോ മഞ്ഞൾ വേണം. പോട്ടെ, ഇവിടെ കണ്ട് ഡാൻസ് കളിച്ചാൽ ആര് കാണാനില്ല. എന്നിട്ട് നമുക്ക് അത് രണ്ടും എടുത്ത് വയ്ക്കും. പിന്നെ ആ പച്ചമുളക്, ഇഞ്ചി, ആ സവോളയും കൂടെ നമ്മൾ അരച്ച് 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 എങ്ങനെ അരച്ച് 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 പേസ്റ്റ് പോലെ ആക്കും. ആ പേസ്റ്റ് കൊണ്ടുവന്ന് നമ്മളൊരു പാത്രത്തിലാക്കി സൈഡിൽ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ പേസ്റ്റ് അരയ്ക്ക് വരും. ഇഞ്ചി മുളക് ഇട്ട് കുഴയ്ക്ക് വരും. തൊടയെടുത്ത് മാറ്റി വയ്ക്കൊന്നും വേണം. ചിക്കൻ കറി വയ്ക്കാം. ചിക്കൻ കടയിൽ പോവുക, അവിടെ ചെന്ന് ചിക്കൻ വെട്ടി മേടിക്കുക, കൊണ്ടുവരിക, കഴുകുക. എന്നിട്ട് അതിലേക്ക് ഉപ്പ്, മുളക്, മഞ്ഞൾ ഇത് മാത്രം പുരട്ടുക. പിന്നെ വേണമെങ്കിൽ കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് ആ നന്നായിട്ട് പുരട്ടിയിട്ട് ഒരു ചീനച്ചട്ടി എടുക്കണം. എന്തെടുക്കണം? ചീനച്ചട്ടി. എന്ത് ചീനച്ചട്ടി? ഇരുമ്പിൻ്റെ തുരുമ്പിൻ്റെ ഒന്നും വേണ്ട. അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടുന്നത് നോൺ സ്റ്റിക്ക്. അതിനൊരു കാര്യമുണ്ട്. എന്താണ്? നമുക്കതിന് എണ്ണ ആവശ്യമില്ല. എണ്ണ ഇല്ലാണ്ട് നമുക്ക് ചിക്കൻ വയ്ക്കാം. ചിക്കനിൽ എണ്ണയുണ്ട്, അത് നിങ്ങൾക്കറിയാലോ. അത് ആ നോൺ സ്റ്റിക്ക് ചട്ടിയിലേക്ക് ഇടുക. എന്നിട്ട് നല്ല ഒരടുപ്പെടുത്ത് അങ്ങ് മൂടി അവിടെ വെക്കുക. 30 മിനിറ്റ് അവിടെ അങ്ങനെ തന്നെ വെക്കാം. കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കുമ്പോൾ അത് വെന്ത് പാകത്തിന് വെള്ളമൊക്കെ ആയിട്ട് ഉപ്പ് നോക്കണം. ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ടോണം. എന്നിട്ട് വെള്ളം കുറവുണ്ടെങ്കിൽ തേങ്ങാപ്പാലോ വെള്ളമോ ഒഴിച്ച് അത് പാകത്തിനാക്കണം. അതിനുശേഷം ഗാർണിഷ് ചെയ്യണം. എന്നിട്ടുണ്ടല്ലോ കുറച്ച് ചുവന്ന മുളക്, പച്ചമുളകില്ലേ, അതിങ്ങനെ ഇട്ട് തിളപ്പിക്കുന്ന എണ്ണയ്ക്കകത്ത് അത് കടുകൊക്കെ പൊട്ടി അത് നല്ല സുന്ദരമായിട്ട് പൊങ്ങി വരുമ്പോൾ അതെടുത്ത് ഇങ്ങനെ ആ ചിക്കനിലേക്ക് ഇടണം. ചുമ്മാ ഇട്ടാൽ പോരാ, ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇടണം. അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ
ഉണ്ടല്ലോ, ആ തിളച്ച എണ്ണ അതിൻ്റെ മീതെ പോയി കുളുകുളുകുളൂന്ന് നല്ല രസം അത് കാണാൻ. ഓ എന്തു ഗുളുകുളും. ആ ചിക്കൻ വെന്തു, അത് റെഡിയായി, അത് ഗാർണിഷ് ചെയ്തു. ഇനി അത് പാത്രത്തിലേക്ക് ഇട്ട് അപ്പത്തിൻ്റെയോ പുട്ടിൻ്റെയോ ചോറിൻ്റെയോ ചപ്പാത്തിൻ്റെയോ കൊടുത്ത് തിന്നണം. അത്ര ഉള്ളൂ കാര്യം. അതിനാണ് ഇവിടെ കിടന്നുകൊണ്ട് കൊണകൊണകൊണകൊണാന്ന് വെക്കുന്നത്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഇതാണ് ചിക്കൻ കറി. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ എന്നെ ചിക്കൻ കറി പഠിപ്പിച്ച ആരാണെന്നും ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി എങ്ങനെ ഉണ്ടെന്നും? എന്നെ ചതിച്ച രണ്ട് അവളുമാരോട് ഞാൻ എൻ്റെ ജന്മത്തിൽ ക്ഷമിക്കത്തില്ല. ഇത്രയും ഉള്ളൂ എൻ്റെ പാചകം. എല്ലാവരും വീട്ടിൽ പോയി ചിക്കൻ കറി വെച്ച് നോക്കണം. ആരും എന്നെ തെറി വിളിക്കരുത്. താങ്ക് യു.